എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഇന്ന് സ്പിരിറ്റ് ഓഫ് ശാസ്ത്രയുടെ 39ാമത് എപ്പിസോഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ രാമാൻജി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ശബരിമലയെക്കുറിച്ചിട്ട് വളരെ നല്ലൊരു വിശദീകരണം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയുണ്ടായി. എല്ലാവരും അതിഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മളറിയാത്ത ചില തലങ്ങൾ കൂടെ അദ്ദേഹം നമ്മൾക്ക് മുമ്പിൽ ആവരണം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തുടർന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ ആ യാത്രയിൽ നമ്മൾ തുടർന്ന് വന്ന അയ്യപ്പൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യനാരിൽ തുടങ്ങി ആദ്യത്തെ അയ്യപ്പനിൽ തുടങ്ങി നിലവയ്യൻ വരെ എത്തി നിൽക്കുന്ന ആ ഒരു പരമ്പര. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ എപ്പിസോഡിൽ എന്നത്തെയും പോലെ ഈ വൃശ്ചിക പുലരിയിൽ നിങ്ങളെല്ലാവരെയും സ്പിരിറ്റ് ഓഫ് ശാസ്ത്ര എന്ന ഈ ജ്ഞാന പരമ്പരയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമി ശരണമയ്യപ്പ. അപ്പം ഇന്ന് പറഞ്ഞ പോലെ തന്നെ 39ാമത് എപ്പിസോഡാണ്. അപ്പം ഇന്ന് നമ്മൾ പാണ്ഡ്യ രാജൻ്റെ അല്ലെങ്കിൽ പാണ്ഡ്യ രാജാവിൻ്റെ നിലവിലുള്ള ആസ്ഥാനം ശരിക്കും രാജംപാറ കോട്ടയാണ്. എന്തുകൊണ്ടാണ് ആ രാജംപാറ കോട്ടയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അതൊരു എഴുത്തുകാരനായ CK സോമൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു രാജംപാറയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾക്ക് അതിനെ അറിയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അദ്ദേഹത്തിൻ്റെ തന്നെ പരാമർശങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിലയ്ക്കൽ എന്ന പ്രദേശത്തിൻ്റെ കിടപ്പ് ഭൂമിശാസ്ത്രപരമായിട്ട് തന്ത്രപ്രധാനമായ സ്ഥലത്താണ്. തെങ്കാശിയിൽ നിന്നും അച്ചൻകോവിൽ നിന്നും വരുന്ന മാർഗം മധുരയിൽ നിന്ന് ശബരിമല വഴി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന മാർഗവുമായി മേളിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ സന്ധി ചെയ്യുന്ന സ്ഥലം, ഒരു ജംഗ്ഷൻ പോയിന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അത് നിലയ്ക്കലായിരുന്നിരിക്കണം എന്നാണ്. ഇത് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ശരിക്കും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാജപാതയുടെ അല്ലെങ്കിൽ രാജകീയമായ അല്ലെങ്കിൽ ആ രാജഭരണ പ്രദേശങ്ങളിൽ, ആ ഒരു രാജഭരണ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടായ ഒരു ആവാസ വ്യവസ്ഥയുടെ ഫലമായിട്ട് അന്ന് കൃത്യമായി ഉപയോഗിച്ചിരുന്ന ഒരു പാതയുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ തന്നെ തെങ്കാശിയിൽ നിന്ന് അച്ചൻകോവിലിൽ നിന്നൊക്കെ മധുരയിൽ നിന്ന് വരുന്ന മാർഗം ശബരിമല വഴി കൊടുങ്ങല്ലൂരിലേക്ക് ചെന്നെത്തുന്ന. അപ്പോൾ ഈ മാർഗത്തിൻ്റെ ഒരു ജങ്ക്ചറാണ്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷണൽ പോയിന്റാണ് ശരിക്കും നിലയ്ക്കൽ അന്നത്തെ കാലത്ത്. അപ്പോൾ നിലയ്ക്കൽ ശരിക്കും ഏതാണ്ട് ആ നിലയ്ക്കൽ എന്ന പ്രദേശത്തു നിന്ന് ഒരു 15 മൈൽ പടിഞ്ഞാറോട്ട് മാറിയിട്ടാണ് ശരിക്കും നമ്മൾ ഇന്ന് പരാമർശിക്കുന്ന രാജംപാറ എന്ന് വിളിക്കുന്ന ആ പ്രദേശം. ഇത് ശരിക്കും ചരിത്രം നോക്കിയാൽ ഇതൊരു പ്രാചീന നഗരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തെളിവുകൾ ഇന്നും അവശേഷിച്ചിട്ടുണ്ട് അവിടെ. ഇവിടം ശരിക്കും ഒരു രാജധാനി ആയിരിക്കാനാണ് സാധ്യത. കാരണം അല്ലെങ്കിൽ രാജധാനിയുടെ സമീപത്തുള്ള ഈ പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന ഒരു സ്ഥാനമാണ് ശരിക്കും നിലയ്ക്കലിന് അന്നുണ്ടായിരുന്നത്. അപ്പം നിലയ്ക്കലിന് ഇന്ന് കാണുന്ന പ്രാധാന്യത്തെക്കാളേറെ ഈ രാജംപാറയ്ക്കാണ് ശരിക്കും അന്ന് പ്രാധാന്യം ഉണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തന്ത്രപരമായ ഒരു സ്ഥലത്തായിരുന്നു രാജംപാറ സ്ഥിതി ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ശരിക്കും പന്തളം ഭാഗത്ത് നിന്ന് വരുന്ന അയ്യപ്പന്മാർ, അത് വടശ്ശേരിക്കര, പെരിയനാട്, രാജംപാറ വഴി ശരിക്കും നിലയ്ക്കൽ വന്നിട്ട്
വടക്കോട്ട് തിരിഞ്ഞ് പമ്പയിലേക്ക് ഇറങ്ങി വലിയാനവട്ടത്തിലേക്ക് കയറുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പോഴും പന്തളത്ത് നിന്ന് ശരിക്കും അയ്യപ്പൻ്റെ തിരുവാഭരണം വരുന്ന സമയത്ത് ഒരു രാത്രി അത് വിശ്രമിക്കുന്നത് രാജംപാറയിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അന്നത്തെ കാലം മുതൽ ഉപയോഗിച്ചിരുന്ന ഒരു റൂട്ടാണ് ശരിക്കും. അതിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലവുമാണ് രാജംപാറ. രണ്ട് ക്ഷേത്രങ്ങൾ ശരിക്കും വിവിധ ദിശകളിലേക്കുള്ള പാതകൾക്കുള്ള ഒരു അല്ലെങ്കിൽ പാതകളുടെ കവല എന്നിവയും ഈ പറയുന്ന രാജധാനിയായ രാജംപാറയോടുള്ള സാമീപ്യം ശരിക്കും നിലയ്ക്കലിന് വളരെ പ്രശസ്തി ഇടയാക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ രാജംപാറയുടെ പ്രോക്സിമിറ്റിയിലായിരുന്നു ശരിക്കും നിലയ്ക്കൽ നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലാഹ എസ്റ്റേറ്റ് എന്ന ശബരിമലയിൽ പോയ ആളുകൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. കാരണം ലാഹ എസ്റ്റേറ്റ് കഴിഞ്ഞ് ശബരിമലയിലേക്ക് പോകുന്ന വഴി വനത്തിലേക്കാണ് ശരിക്കും കടക്കുക. അപ്പം അതിൻ്റെ ആ വനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗം ശരിക്കും യൂക്കാലി പ്ലാന്റേഷൻസ് കാണാം. ഈ യൂക്കാലി പ്ലാന്റേഷൻസിലൂടെ ശരിക്കും കുറേ സമയം നമ്മൾ വടക്കോട്ട് നടന്നു കഴിഞ്ഞാൽ ശരിക്കും ഇടതൂർന്ന വനമാണ്, നിബിഡമായ വനമാണ് ശരിക്കും. വന്യമൃഗങ്ങളൊക്കെ ധാരാളം, ഏതാണ്ട് ഒരു 5 മൈലൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും കാട്ടിനുള്ളിൽ തന്നെ എടക്കുന്നം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എത്തും. അതായത് ലാഹ എസ്റ്റേറ്റ് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ തന്നെ ലാഹ എസ്റ്റേറ്റ് കഴിഞ്ഞ് യൂക്കാലി പ്ലാന്റേഷൻ അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നിബിഡമായ വനത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പ്രദേശത്ത് എത്തും. അപ്പോൾ ആ പ്രദേശത്ത് ശരിക്കും എന്താണ്, ക്ഷേത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം. കോട്ട, കൊത്തളങ്ങൾ, കിടങ്ങുകൾ, കിണറുകൾ, ഇവയൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വലിയ നഗരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അവശിഷ്ടങ്ങൾ അവിടെ നമുക്ക് ശരിക്കും കാണുവാൻ വേണ്ടി സാധിക്കും. പുരാതന ശിലായുഗ സംസ്കാരത്തിൽ പെടുന്ന പുതിയറകൾ എന്ന് വിശേഷിപ്പിക്കുന്ന കല്ലറകളൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തോട് ചേർന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനോട് ചേർന്നിട്ടൊരു കുളമുണ്ട്. കരിങ്കല്ലിൽ കെട്ടിയുയർത്തിയ ഈ പറയുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. എരുമേലിയിൽ നിന്ന് ശരിക്കും മുക്കൂട്ടുതറ വരെ എത്തി അവിടെ നിന്ന് ഉമിക്കുപ്പ വഴി കണിമലയ്ക്ക് പോകുന്ന റോഡിലൂടെ ശരിക്കും ഇടക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എത്തി പമ്പ കുറുകെ കടന്ന് തെക്കോട്ട് കുത്തനെയുള്ള ഒരു കയറ്റം കയറി കുറച്ചുകൂടെ തെക്ക് കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ഈ എടക്കുന്നിടത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്ത് കിടക്കുന്ന പ്രാചീന രാജധാനിയുടെ നഷ്ടാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ശരിക്കും കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ പ്രാചീന രാജധാനിയുടെ നഷ്ടാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് കോട്ടയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ കാണാം. അതോടൊപ്പം തന്നെ പ്രതിഷ്ഠയുടെ കുറേ ഭാഗം ശരിക്കും അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ നഷ്ടപ്പെട്ടു പോയ ആ ശിലയുടെ കുറേ ഭാഗങ്ങൾ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾക്കത് ഒരു ശാസ്താ ക്ഷേത്രമാകാനാണ് സാധ്യത എന്ന് നമുക്ക് തോന്നും. അതായത് ആ ശില ഇരിക്കുന്നത് ഹരിവരാസനത്തിലിരിക്കുന്ന ശാസ്താസ്വാമിയുടെ പ്രതിഷ്ഠയെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തോന്നിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവാൻ. അപ്പം എന്തായാലും ഈ ഒരു വിശാലമായ ഒരു സ്ഥലത്ത് രാജധാനിയുടെ നഷ്ടാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തെക്കോട്ട് മാറി ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പം രാജംപാറ എന്നുള്ള പേരും കോട്ടകൊത്തളങ്ങളും അതിൻ്റെ കിടങ്ങുകളും ക്ഷേത്ര അവശിഷ്ടങ്ങളും ഒക്കെ ഒരു പ്രാചീന രാജധാനിയുടെ പ്രതീതി ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രതീതി അവിടെ നിന്ന് ലഭിക്കും. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ശ്രീ അയ്യപ്പനും ശബരിമലയും എന്ന ആ CK സോമൻ സാറിൻ്റെ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെ അതിൽ ഒരുപാട് വിവരണം അദ്ദേഹം നമ്മൾക്ക് നൽകുന്നതായിട്ട് നമുക്ക് ആ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പ്രസക്തമായി തോന്നുന്ന ഒരു കാര്യം ശരിക്കും തെങ്കാശിയിൽ നിന്ന് ഏകദേശം 904 ഈ പറയുന്ന 9-ാം നൂറ്റാണ്ട് കേരളത്തിലേക്ക് വന്ന നിലയ്ക്കൽ താമസം ഉറപ്പിച്ച ഈ പാണ്ഡ്യ രാജവംശ
രാജാക്കന്മാരുടെ നിലയ്ക്കലുണ്ടായിരുന്ന ആസ്ഥാനം, ശരിക്കും ഈ നിലയ്ക്കൽ എന്ന് പറയുമ്പോഴും അവരുടെ ആസ്ഥാനം രാജംപാറ കോട്ടയായിരിക്കാം എന്നതിനാണ് കൂടുതലും സാധ്യത. ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ നിലവയ്യന്റെ പ്രാധാന്യം ഒന്നും കൂടെ എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ്, ഈ ചോള രാജാവിന്റെ ആക്രമണം ഭയന്ന് ശരിക്കും മധുരയിൽ നിന്ന് തെങ്കാശിയിലേക്കും അവിടെ നിന്ന് നിലയ്ക്കലേക്കും പലായനം ചെയ്ത പാണ്ഡ്യ രാജവംശനായ അല്ലെങ്കിൽ പാണ്ഡ്യ വംശജനായ രാജാവിന്റെ വിശ്വസ്ത സേനാനായകൻ എന്നതിൽ കവിഞ്ഞ് നിലവയ്യന്റെ പ്രാധാന്യം ആ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവയ്യനെ കുറിച്ചിട്ട് ചരിത്രത്തിൽ ഒരുപാട് ശേഷിപ്പികളൊന്നും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പരാന്തക ചോളനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേനാനായകരോ നിലയ്ക്കല് ആക്രമിച്ച സമയത്ത് പാണ്ഡ്യരാജ്യ വംശജർക്ക് വേണ്ടിയിട്ട് ഉണ്ടായ യുദ്ധത്തിൽ നിലവയ്യൻ വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും വീരാരാധന നടന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ പാണ്ഡ്യരാജൻ നിലയ്ക്കല് ക്ഷേത്രം പണി കഴിപ്പിച്ച് നിലവയ്യനെ വീരാരാധന ഏർപ്പെടുത്തിയത്. കാരണം ഇതേ സമ്പ്രദായം പാണ്ഡ്യരാജൻ അല്ലെങ്കിൽ പാണ്ഡ്യ രാജാക്കന്മാര് അച്ഛൻ കോവിലിൽ വെച്ച് യുദ്ധത്തിൽ മരണപ്പെടുന്ന ആദി മണികണ്ഠൻ എന്ന രാജകുമാരന് വേണ്ടിയും സ്വീകരിച്ചതായി നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഒരാളുടെ ഉദയം വരികയാണ്, ആദി മണികണ്ഠൻ. അപ്പം അത് നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിലൊന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം നിലയ്ക്കലെത്തിയ പാണ്ഡ്യരാജ കുടുംബം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളുടെ ഏറ്റുമുട്ടലുകളിൽ പരാജയപ്പെടുകയും അവിടുന്ന് പിന്നെ അവർ അച്ഛൻ കോവിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇതാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അപ്പൊ തദ്ദേശവാസികളുടെ ആക്രമണമോ അതോ ചോള രാജാവിന്റെ ആക്രമണമാണോ പാണ്ഡ്യരാജൻ നിലയ്ക്കൽ നിന്ന് മാറുവാൻ കാരണമായി തീർന്നതെന്ന് ശരിക്കും വ്യക്തമല്ല. ആലോചിച്ച് നോക്കുമ്പോൾ അത് തദ്ദേശവാസികളായിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അച്ഛൻ കോവിലും അവർക്ക് അതേ ആക്രമണം നേരിടേണ്ട ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ല. ഒരുപക്ഷെ ചോള രാജാവിന്റെ പ്രേരണയോടെയോ അല്ലെങ്കിൽ തദ്ദേശവാസികളോ നാട്ടുരാജാക്കന്മാരോ നിലയ്ക്കൽ താമസം ഉറപ്പിച്ചിട്ട് പാണ്ഡ്യരാജനായ അല്ലെങ്കിൽ പാണ്ഡ്യ രാജവംശനായ രാജാവിനെ ആക്രമിച്ചെന്നും ഇവിടെ സുരക്ഷിതം അല്ല എന്ന് കണ്ട് അദ്ദേഹം അച്ഛൻ കോവിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഇപ്പൊ മണികണ്ഠൻ അല്ലെങ്കിൽ ആദി മണികണ്ഠൻ, കുറച്ച് നേരത്തെ നമ്മൾ പരാമർശിച്ച ആ മണികണ്ഠൻ അല്ലെങ്കിൽ ആദി മണികണ്ഠൻ, ആദിമണികണ്ഠനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശരിക്കും പാണ്ഡ്യ രാജകുടുംബം മധുരയിൽ നിന്ന് അച്ഛൻ കോവിലേക്ക് വന്ന് താമസമുറപ്പിച്ച ആ ഒരു സമയം, അച്ഛൻ കോവിലിലെ താമസവുമായി ബന്ധപ്പെട്ടിട്ട് പന്തള രാജകുടുംബത്തിന് ചില നടുക്കുന്ന ഓർമ്മകൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് കുലത്തിന്റെ നാശം, ക്ലേശങ്ങളൊക്കെ മൂലം അച്ഛൻ കോവിലിലെ പാണ്ഡ്യ രാജവംശം ശരിക്കും ജീവിതം നരകതുല്യായിരുന്നു. അവരത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ആ രാജ കുടുംബത്തിന് ആ പലായനം. മധുരയിൽ നിന്ന് പലായനം ചെയ്ത് കേരളത്തിലേക്ക് വന്ന് നിലയ്ക്കലെത്തി നോക്കുമ്പോഴേക്കും നിലയ്ക്കൽ നിന്ന് വീണ്ടും ആക്രമണം നേരിട്ട് വീണ്ടും അച്ഛൻ കോവിലേക്ക്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇത് നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ താമസം മാറി എന്ന് പറയുമ്പോൾ അവർ താമസം മാറുന്നത് ഒരു എൻറ്റയർ എംപയർ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം തന്നെയാണ് ഈ പലായനത്തിന് വിധേയമാവുന്നത്. അപ്പൊ അതത്ര എളുപ്പമല്ല ഒരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവര് മാറി വന്ന സമയത്ത്, അച്ഛൻ കോവിലേക്ക് പാണ്ഡ്യ രാജവംശം മാറി വന്ന സമയത്ത് അവരുടെ ജീവിതം അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഈ കാലഘട്ടമാണ് ശരിക്കും ആദി മണികണ്ഠന്റെ കാലഘട്ടം. കാരണം പാണ്ഡ്യ രാജാവ് അച്ഛൻ കോവിലിൽ എത്തുന്നതിന് മുമ്പാണ് ശരിക്കും ഇയാളുടെ ജീവിതകാലം. അതായത് AD 904 AD 1170, അതായത് 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോട് 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് 904, അതായത് 9ാം നൂറ്റാണ്ടിനും 11ാം നൂറ്റാണ്ടിനും ഇടയിൽ അവിടെ ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ ആണ് ഈ മണികണ്ഠൻ ജീവിച്ചിരുന്നത്. ശരിക്കും മണികണ്ഠനെ കുറിച്ചിട്ടുള്ള പരാമർശം നേരത്തെയുള്ള അയ്യനാരെയും നമ്മൾ നിലവയ്യനൊക്കെ പറയുന്ന സമയത്ത് വനവാസി സമൂഹത്തിന്റെ പ്രതിനിധി ആയിട്ടാണ് അവിടെ ചിത്രീകരിച്ചതെങ്കിൽ അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടതെങ്കിൽ, മണികണ്ഠൻ ആദി മണികണ്ഠനെ കുറിച്ച് ക്ഷത്രിയ കുലജാതനാണ് ആദി മണികണ്ഠൻ എന്നും, അന്ന് കൊള്ളയും കൊലയും നാട്ടിൽ പെരുകിയ സമയത്ത് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ധാരാളം കൊള്ളയടിക്കപ്പെട്ട സമയമായിരുന്നു അത്. കണ്ണിൽ കണ്ടവരൊക്കെ അരിഞ്ഞു വീഴ്ത്തി നാട്ടിലുടനീളം നടന്ന കൊള്ളയിലും കൊലയിലും കൊള്ളിവെപ്പിലും ഒക്കെ അനേകം ആൾക്കാർ നാട് വിടുകയും
അച്ഛൻ കോവിലിൽ താമസിച്ചിരുന്ന പന്തള രാജാക്കന്മാർക്ക് നേരെയും ഇതേ ആക്രമണവും കൊള്ളയും ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അവർ പൂർണ്ണമായും പന്തളത്തേക്ക് മാറുന്നത്. അപ്പം നിലയ്ക്കൽ നിന്ന് തിരിച്ചടി കിട്ടി അവർ അച്ഛൻ കോവിലേക്ക് എത്തി. അച്ഛൻ കോവിലിൽ എത്തിയപ്പോഴും സ്ഥിതി ഏതാണ്ട് ഒരേപോലെ തന്നെയായിരുന്നു. വീണ്ടും അവർ പന്തളത്തേക്ക് താമസം മാറുന്നു. അപ്പൊ അച്ഛൻ കോവിലിൽ നിന്ന് ആ സമയത്ത് അച്ഛൻ കോവിലിൽ നിന്ന് എഴുതിയ അല്ലെങ്കിൽ എഴുതിയിരിക്കാൻ സാധ്യതയുള്ള എന്ന് അനുമാനിക്കുന്ന ഒരു എഴുത്ത്, ഒരു ചരിത്രപരമായ ഒരു എഴുത്തിലാണ് ശരിക്കും നമ്മൾ ഈ ആദി മണികണ്ഠൻ എന്ന ആ ഒരു പരാമർശം കാണുന്നത്. അതൊരു സുപ്രധാന രേഖയായ എഴുത്തും കൂടിയാണ്. എന്താണ് ആ എഴുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആ എഴുത്തിൽ പറയുന്നത് അച്ഛൻ കോയിക്കൽ ആദി മണികണ്ഠൻ തുണ. ആ എഴുത്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അച്ഛൻ കോയിക്കൽ ആദി മണികണ്ഠൻ തുണ, മധുര മീനാക്ഷി തുണ, പഴനി സുബ്രഹ്മണ്യ സ്വാമി തുണ, രാജവർമ്മ എഴുതുന്നത്. കാരണം ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ആ രാജവംശത്തിൻ്റെ ആരാധ്യമായ ദേവതാ സങ്കല്പങ്ങളാണ് മുകളിൽ നമ്മൾ സൂചിപ്പിച്ച അത്രയും സങ്കല്പങ്ങൾ. അതിൽ ആദ്യത്തേതാണ് ആദി മണികണ്ഠൻ തുണ. ആദി മണികണ്ഠൻ്റെ തുണയാൽ മധുര മീനാക്ഷി. കാരണം നമ്മൾക്കറിയാം പാണ്ഡ്യ രാജവംശത്തിൻ്റെ കുലദേവതാ സങ്കല്പമാണ് മധുര മീനാക്ഷി. അതുപോലെ പഴനി സുബ്രഹ്മണ്യ സ്വാമി തുണ. അപ്പൊ ഈ 3 ദേവതാ സങ്കല്പങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രാജവർമ്മ എഴുതുന്നത് എന്താണ് എഴുതുന്നത്? ഞാനും ജ്യേഷ്ഠനും തെങ്കാഞ്ചിക്കോയിക്കലും സ്ത്രീജനങ്ങളും കുഞ്ഞുങ്ങളും ഇലത്തൂരിൽ കോയിക്കലും ആയി പാർത്ത് രാജ്യം വാണിരിക്കുമ്പോൾ കള്ളന്മാരുടെ ശല്യം കൊണ്ട് അവിടെ പാർക്കുവാൻ സങ്കടമായിരിക്കുമ്പോൾ നാം വേണാട്ടു പെരുമാളുമായിട്ട് കല്യാണം ചെയ്തു വരുന്ന സംബന്ധഹേതുവായിട്ട് അവരുടെ സഹായം കൊണ്ട് മലയാളത്തിൽ വന്ന് അച്ഛൻ കോവിലിലും കോന്നിയൂരും പന്തളത്തുമായി പാർപ്പിച്ച് ഞാനും ജ്യേഷ്ഠനും അച്ഛൻ കോവിൽ കോയിക്കലിരുന്ന് പാണ്ഡ്യരാജം വിചാരിച്ച് കുടിയാന്മാരെയൊക്കെയും അവിടെ വന്ന് അമ്മയെ കണ്ട് വാണിരിക്കുമ്പോൾ രാത്രിയിൽ മുമ്പ് ശല്യം ചെയ്തു വന്നിരുന്ന കള്ളന്മാർ ആയുധങ്ങളും ധരിച്ച് കാടുവഴി അന്നേ ദിവസം ഞാൻ കോന്നിയൂരിൽ പാർത്തിരിക്കുമ്പോൾ അച്ഛൻ കോവിലിൽ കോയിക്കലിനും വളഞ്ഞ് കോയിക്കൽ പാർത്ത ആളുകളെയും ജ്യേഷ്ഠനെയും കൊല ചെയ്ത പ്രകാരം കേട്ടു ഞാൻ ശേഷക്രിയകളും ചെയ്തു കരുതി ഇരിക്കുമ്പോൾ ശാസ്താവിൻ്റെ നിയോഗം കൊണ്ട് അവിടെ രാജാം കോവിൽ ചെന്ന് പേരായിട്ട് കോവിലും തീർപ്പിച്ച് ജ്യേഷ്ഠനെ അവിടെ ഇരുത്തി ചെയ്യിച്ച് അച്ഛൻ കോവിൽ ഉൾപ്പെട്ട മലയിലും പന്തളത്തും മറ്റ് പല ദേശങ്ങളിലും നിലം കരകളിലും വില തേടിയിരിക്കുന്നു. ശാസ്താവിനെയും മധുര മീനാക്ഷിയെയും പഴനി സുബ്രഹ്മണ്യ സ്വാമിയെയും ഇങ്ങനെ നമ്മുടെ കുലദേവതകളായ പൂജാവിഗ്രഹങ്ങളെ പൂജിച്ചു കൊള്ളുവാൻ മേൽ രാജ്യപ്രാപ്തി വന്ന് സൗഖ്യമായിരിക്കുമെന്ന് ശാസ്താവിൻ്റെ നിയോഗമുണ്ടാകൊണ്ട് അപ്രകാരം ചെയ്തു. ആ ആളുകളും പന്തളത്ത് വന്ന് പാർക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഈ ഒരു രേഖ ഇതൊരു എഴുത്താണ് ശരിക്കും. അതുകൊണ്ടാണ് ഭാഷ നമ്മളുടെ ഇന്ന് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്ലോയിലല്ല എന്ന് കാണാം. ഗ്രാമാറ്റിക്കൽ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് കാണാം. കാരണം അത് അന്നത്തെ കാലത്തുള്ള ഒരു എഴുത്താണ്. ഈ സുപ്രധാന രേഖ അല്ലെങ്കിൽ ഈ ഒരു രേഖ സുപ്രധാനമാവാനുള്ള കാരണം ശാസ്താവിന് മണികണ്ഠൻ എന്ന പേരുള്ളതായി വേറെ ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. അപ്പൊ രേഖയുടെ അവസാനം കുലദേവതകളെ പറയുമ്പോൾ അവിടെയും പറഞ്ഞത് ശാസ്താവ് എന്ന് തന്നെയാണ്. ഇപ്പൊ മണികണ്ഠൻ എന്നല്ല അവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ മണികണ്ഠൻ എന്നതൊരു വ്യക്തിയുടെ പേരാണ്. ഈ വ്യക്തിയെ വീരനായി ആരാധിച്ചു എന്നുള്ളത് കൂടാതെ അച്ഛൻ കോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രേഖ പ്രകാരം. അപ്പൊ കൊല്ലപ്പെട്ട ജ്യേഷ്ഠനെയും രാജാം കോവിൽ എന്ന പേരിൽ ഒരു കോവില് തീർത്ത് അവിടെ പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. അപ്പൊ വീരാരാധനയുടെ ഭാഗമായി അന്ന് നിലനിന്നിരുന്ന ഒരു ആചാരമായിരിക്കാം ഇങ്ങനെ യുദ്ധത്തിൽ ആ ഒരു കുലത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കാവൽ ചങ്ങാത്തങ്ങള് ശരിക്കും ആ രാജകുടുംബത്തെ പറ്റിയല്ല പറയുന്ന വനവാസി സമൂഹത്തിലുള്ള ശ്രേഷ്ഠരായ യോദ്ധാക്കളെയാണ് ശരിക്കും കാവൽ ചങ്ങാത്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ പക്ഷെ മണികണ്ഠൻ ഈ പറയുന്ന ക്ഷത്രിയ കുലജാതനാണെന്ന് തന്നെയാണ് പരാമർശം. അപ്പൊ അങ്ങനെ രാജകുടുംബത്തിൽ ജനിച്ച് വീര്യമൃത്യു വരിച്ച ധീരന്മാരെ കോവിലിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതും
അച്ഛൻ കോവിലാണ് മണികണ്ഠനെ പ്രതിഷ്ഠിച്ചത് എന്നതിനാൽ അവിടെ വെച്ച് തന്നെയായിരിക്കണം ആദി മണികണ്ഠനും വീരമൃത്യു വരിച്ചത്. അതിനാൽ പാണ്ഡ്യ രാജാക്കന്മാര് അച്ഛൻ കോവിലിലേക്ക് വന്ന് ഏകദേശം 904 ഈ രേഖ എഴുതപ്പെട്ട വർഷമായ 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1970 മധ്യേയുള്ള കാലത്തായിരിക്കണം ശരിക്കും ആദി മണികണ്ഠൻ ജീവിച്ചിരുന്നതും മരണം വരിച്ചതുമായ കാലഘട്ടം. അപ്പൊ ഇതാണ് ആദി മണികണ്ഠനെ കുറിച്ച് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. കാരണം മറ്റ് ഈ പറയുന്ന നിലവയ്യനെയും അയ്യനാരുടെ സങ്കല്പങ്ങളും ഒക്കെ അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ വനവാസി സമൂഹത്തിന്റെ പ്രതിനിധികളായ ധീരന്മാരും യോദ്ധാക്കളുമായിരുന്നെങ്കിൽ ആദി മണികണ്ഠൻ എന്ന ആ ഒരു ചരിത്ര പുരുഷന്റെ മഹാത്മാവിന്റെ കാര്യം പരാമർശിക്കുമ്പോൾ അവിടെ രാജകുടുംബത്തിൽ ജനിക്കുന്നു എന്നുള്ള പരാമർശം വളരെ കൃത്യമായി ഈ പറയുന്നത് പോലെ തന്നെ 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു ചരിത്ര എഴുത്തായതുകൊണ്ട് തന്നെ അതിന് വളരെയേറെ സാധ്യതകൾ അല്ലെങ്കിൽ വളരെയേറെ വിവരങ്ങൾ നമ്മൾക്ക് നൽകുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ രേഖ വെളിപ്പെടുത്തുന്ന സുപ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്കാലത്ത് പാണ്ഡ്യരാജാവിന്റെ പേര് രാജരാജവർമ്മ എന്നാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു എഴുത്തിൽ നിന്ന്. അദ്ദേഹം ഏറെക്കുറെ ആ എഴുത്ത് പ്രകാരം രാജ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ചേര രാജാക്കന്മാരായ വേണാട്ട് രാജാക്കന്മാരുമായി, അതായത് പഴയ തിരുവിതാംകൂർ, വിവാഹാദി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജവംശത്തിന്. അങ്ങനെ വേണാട്ട് രാജാക്കന്മാരുള്ള ആ സംബന്ധം കാരണമാണ് രാജ്യം നഷ്ടപ്പെട്ട് മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്യുന്നതും. അന്ന് പാണ്ഡ്യരാജാവിന് വേണ്ടത്ര സൈന്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ വന്ന ശേഷം ആദ്യമായി താമസം ഉറപ്പിച്ച നിലയ്ക്കല്, അതായത് തെങ്കാശി കോയിക്കല്, ഇലത്തൂർ കോയിക്കല് എന്നാണ് ഈ പറയുന്ന പ്രദേശം. നിലയ്ക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് തെങ്കാശി കോയിക്കലും ഇലത്തൂർ കോയിക്കൽ എന്ന പ്രദേശമാണ് ആ എഴുത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലയ്ക്കലും അവർ രാജാക്കന്മാരെ പോലെ തന്നെയാണ് വസിച്ചത്. പിൽക്കാലത്ത് പാണ്ഡ്യരാജ്യം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പാണ്ഡ്യരാജ്യത്തിന്റെ കുറേ ഭൂവിഭാഗം അല്ലെങ്കിൽ അതിന്റെ ഭരണം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അന്നും അവര് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പാണ്ഡ്യരാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് മധുര കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ആ പ്രദേശത്തിന്റെ കൈവശാവകാശവും ഭരണാവകാശവും ഒക്കെ അവരുടെ കൈവശം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ ഒരു പടിപ്രകാരം അഥവാ പിൽക്കാലത്ത് പാണ്ഡ്യരാജ്യം വീണ്ടെടുക്കാം എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. കാരണം എന്തുവാണെന്ന് പറഞ്ഞാൽ അവർ പലായനം ചെയ്യാനുള്ള കാരണം പഴയ തിരുവിതാംകൂർ രാജവംശവുമായി, അതായത് വേണാട്ട് രാജാക്കന്മാരുമായി ഈ രാജകുടുംബത്തിന് വിവാഹാദി സംബന്ധ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നം വന്ന സമയത്ത് ബന്ധുക്കളായ ഈ രാജകുടുംബത്തോട് സഹായം ചോദിക്കുകയും ആ സഹായം സ്വീകരിച്ചുകൊണ്ട് അവര് നിലയ്ക്കൽ എത്തുകയും, നിലയ്ക്കൽ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലയ്ക്കൽ താമസിക്കുകയും, നിലയ്ക്കൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അവർക്ക് ആ ഒരു ഭരണപ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ ഭരണ അവകാശങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാര്യം അവര് ഇവിടെ വന്ന് സെറ്റിലായി എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ രേഖ നമ്മൾക്ക് ഒരുപാട് സഹായം. അപ്പൊ ശത്രുപീഡ കാരണം അല്ലെങ്കിൽ ഈ ശത്രുക്കളുടെ ആക്രമണം കാരണം നിലയ്ക്കൽ നിന്ന് അച്ഛൻ കോവിലേക്ക് അവർ വീണ്ടും താമസം മാറുന്നു അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ അച്ഛൻ കോവിലും അവർക്ക് ശാന്തി കിട്ടിയിട്ടില്ല. എന്താ, അവിടെയും ശത്രുക്കളുടെ ആക്രമണം അച്ഛൻ കോവിലും ഉണ്ടായി എന്നാണ് എഴുത്തിലുള്ളത്. അതിനാൽ പിൽക്കാലത്ത് അവർ പന്തളത്തിന്റെ പ്രാന്തപ്രദേശത്തേക്ക് സ്ഥലം വാങ്ങി അങ്ങനെ ഏകദേശം ഈ പറയുന്ന 1170 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഈ 2 നൂറ്റാണ്ടുകളോളം നീണ്ട പലായനത്തിനും അതിന് അങ്ങനെ തന്മൂലമുണ്ടായ മാറ്റങ്ങളുടെയും പരിണിത ഫലമായിട്ട് വേണാട്ട് രാജാവിൻ്റെ സാമന്തരായി തീരുകയാണ് ഉണ്ടായത്. ഇവിടെ ഇങ്ങനെ ഒട്ടേറെ സുപ്രധാനമായ വിവരങ്ങളാണ് ശരിക്കും നമുക്ക് ഈ ഒരു എഴുത്തിൽ നിന്ന് ആ രാജവംശത്തിൻ്റെ ചരിത്രം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പം എന്തായിരുന്നു ശരിക്കും ആദി മണികണ്ഠൻ്റെ പ്രാധാന്യം? പാണ്ഡ്യ രാജാവ് അച്ഛൻ കോവിലിൽ ക്ഷേത്രം പണി കഴിപ്പിച്ച് ആദി മണികണ്ഠനെ അവിടെ പ്രതിഷ്ഠിച്ച കാര്യം കുറച്ച് മുമ്പേ സൂചിപ്പിച്ചു. അപ്പം മണികണ്ഠൻ എന്ന പേരും കോവിൽ പണിയിപ്പിച്ചതും
ഈ വ്യക്തിക്ക് രാജകൊട്ടാരവുമായി ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണല്ലോ ഒരു ക്ഷേത്രം തന്നെ പണിയിച്ച് പ്രതിഷ്ഠ നടത്തിയത്. ഇപ്പൊ രാജകൊട്ടാരവുമായി ബന്ധമുള്ള ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ഈ ഒരു മണികണ്ഠൻ എന്ന ചരിത്ര പുരുഷൻ രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും അത്യധികമായ ബഹുമാനം അർഹിക്കുന്ന എന്തെങ്കിലും കൃത്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഒരു വീരാരാധന. അപ്പൊ മിക്കവാറും നമ്മൾക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഈ ഒരു മണികണ്ഠൻ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രാജകുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ച് വീരമൃത്യു വരിച്ച ഏതോ ഒരു രാജകുമാരനാകുവാൻ ആണ് സാധ്യത കാണുന്നത്. ഈ മണികണ്ഠന്റെ ഓർമ്മയ്ക്കാവാം പിന്നീട് പന്തള കുടുംബത്തിൽ ജനിക്കുന്ന കുമാരന്മാരിൽ പലർക്കും മണികണ്ഠൻ എന്ന പേരിടുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നത്. കാരണം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. കാരണം അയ്യപ്പൻ എന്ന പേര് രാജകുടുംബത്തിലുള്ള ആളുകൾക്കോ ഈ പറയുന്ന ബ്രാഹ്മണ സമൂഹം അവിടെ ഇന്ന് പൂജാതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണ സമൂഹത്തിനോ അല്ലെങ്കിൽ പൗരോഹിത്യ സമൂഹത്തിനോ അല്ലെങ്കിൽ പൗരോഹിത്യ കുലത്തിനോ ആ ഒരു പേര് നമ്മൾ കാണുന്നില്ല. അപ്പൊ അയ്യപ്പൻ അയ്യനാരെന്നുള്ളൊക്കെ പേര് വനവാസി സമൂഹത്തിന്റെ ഇടയിലുള്ള യോദ്ധാക്കളുടെ ഒരു സ്ഥാന പേരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു യോദ്ധാക്കൾക്ക് പേരിടുന്ന ഒരു രീതി. കാരണം അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ അർജുൻ എന്ന പേര് നമുക്ക് ഒരുപാട് ആളുകൾക്ക് കാണാം. കാരണം എന്താ, ആ ഒരു വീരത്വം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ പേര്. അപ്പോൾ അയ്യപ്പൻ എന്നുള്ള പേര് വനവാസികളുടെ ഇടയിൽ വളരെ പ്രാധാന്യം കാണിക്കുന്ന സമയത്ത് മണികണ്ഠൻ എന്ന ആ നാമധേയം രാജകുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന ഒരു പതിവ് സമ്പ്രദായം നിലവിൽ വന്നു. ഇപ്രകാരമെല്ലാം നമ്മൾക്കൊരു അനുമാനത്തിൽ എത്തിച്ചേരാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം എന്താണ്, ആദി മണികണ്ഠന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ആദി മണികണ്ഠൻ ശാസ്താവിൻ്റെ അവതാരമായി കരുതിയതിനാലായിരിക്കും മണികണ്ഠ ശാസ്താവ് എന്ന പ്രയോഗം തന്നെ ശബരിമലയിൽ നിലവിൽ വന്നത്. അപ്പം AD 1170 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം പാണ്ഡ്യ രാജകുടുംബം പന്തളത്തേക്ക് താമസം മാറി എന്ന് നമ്മൾ കണ്ടു അല്ലേ, ആ പ്രദേശം. അപ്പോൾ ഈ പന്തളം പ്രദേശം ആ കാലഘട്ടത്തിൽ കൈപ്പുഴ തമ്പാൻ എന്ന ഒരു ഇടപ്രഭുവിൻ്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പന്തളം പ്രദേശം ഇടപ്പുഴ തമ്പാൻ എന്ന ആ ഒരു പ്രഭുവിൻ്റെ, ഇടപ്രഭു എന്ന് പറഞ്ഞാൽ നമ്മളീ പറയില്ലോ സെർട്ടൺ ലേയേഴ്സ് അല്ലെങ്കിൽ ഒരു തരം ശൃംഖല അന്ന് സാമൂഹികപരമായിട്ട് നിലനിന്നിരുന്നു. കാരണം രാജാവ്, അതിൻ്റെ ഇടയിൽ പ്രഭുക്കന്മാർ, അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന എന്താ പറയുക നാട്ടുപ്രമാണിമാരെന്നൊക്കെ പറയുന്ന പോലെ അതൊരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു അന്നത്തെ. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടുപ്രഭു അല്ലെങ്കിൽ ഇടപ്രഭു, എൻ്റെ പേര് കൈപ്പുഴ തമ്പാൻ, ഇദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. അങ്ങനെ തമ്പാനോട് കുറേ സ്ഥലം രാജകുടുംബം വിലക്ക് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. പാണ്ഡ്യ രാജകുടുംബം ഒരു കോവിലകം, തുടർന്ന് അവരൊരു കോവിലകം പണിയിപ്പിച്ച് അങ്ങനെയാണ് പല ദേശങ്ങൾ കടന്ന് പാണ്ഡ്യ രാജാവ് പന്തളത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം മധുരയിലെ പാണ്ഡ്യ രാജവംശജരായ പന്തള രാജാക്കന്മാരെ കുടുംബകലഹം മൂലം തെറ്റിപ്പിരിഞ്ഞു പോകുന്ന രണ്ട് ശാഖകളിൽ ഒന്നാണ് പന്തള രാജകുടുംബം എന്ന് തിരുവിതാംകൂർ ചരിത്രം എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അയ്യപ്പൻ്റെ പിന്മുറക്കാരും പന്തള രാജാവിൻ്റെ അഭ്യുദയകാംക്ഷികളായിരുന്നു അല്ലെ. അയ്യപ്പൻ്റെ മരണശേഷം ചേര ചോള രാജ്യാതിർത്തിയായി ശബരിമലയിലെ കാവൽ ചങ്ങാത്തത്തിൻ്റെ നായകരെ അല്ലെങ്കിൽ നായകന്മാരെ ബഹുമാനപൂർവ്വം അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ഒരു പതിവ് നിലവിൽ വന്നു. അങ്ങനെ കാലക്രമേണ അയ്യപ്പൻ എന്നത് ഒരു പദവിയായി തീരുന്നു. ചേരന്മാർക്കും അക്കാലത്ത് ചേരന്മാരുടെ സാമന്തരായിരുന്ന പന്തള രാജാക്കന്മാർക്കും വേണ്ടി അതിർത്തി കാക്കുന്ന കാവൽ ചങ്ങാത്തങ്ങളുടെ അല്ലെങ്കിൽ ചാവേറുകളുടെ സേനാനായകരായിരുന്നു അയ്യപ്പന്മാരെല്ലാം. ഇവര് സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സൈനികരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് കാവൽ ചങ്ങാത്തങ്ങളെന്ന് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കാവൽ ചങ്ങാത്തങ്ങളുടെ സംരക്ഷണം തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ഗ്രാമങ്ങൾ 4 മുതൽ 60 വരെ പണം, അന്നത്തെ കാലത്തുള്ള ഒരു മോണിറ്ററി സിസ്റ്റമാണ്, 4 മുതൽ 60 വരെ പണം രാജാവിന് വാർഷിക കപ്പം
ടാക്സ് ആയിട്ട്, ഇയർലി ടാക്സ് ആയിട്ട് നൽകേണ്ടിയിരുന്നു. അങ്ങനെ ചേരന്മാരിൽ നിന്ന് വേറിട്ട് അധികാരം കൈയാളാൻ വേണ്ടി തുടങ്ങിയിരുന്ന എല്ലാ ചെറു രാജ്യങ്ങളും, അല്ലെങ്കിൽ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വരൂപങ്ങൾ, ഇവർക്കൊക്കെ സ്വന്തം ടെറിട്ടറി സൂക്ഷിക്കുന്ന കാവൽ ചങ്ങാത്തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അയ്യപ്പൻ്റെ കാവൽ ചങ്ങാത്തത്തിൻ്റെ അധികാരം പന്തളം അയിരൂർ എന്ന ആ രാജ്യം, ആ നാട്ടുപ്രദേശത്തിൻ്റെ പിന്തുടർച്ചക്കാരായ പന്തളം രാജകുടുംബത്തിനായിരുന്നു അയ്യപ്പൻ്റെ കാവൽ ചങ്ങാത്തത്തിൻ്റെ അധികാരം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് ഉള്ള ആ ചെറു രാജ്യങ്ങൾ, ക്ലസ്റ്റേഴ്സ് ആയി നിലനിന്നിരുന്ന ചെറു രാജ്യങ്ങൾ, ഒന്നെങ്കിൽ അതിൻ്റെ ഒരു പാരന്റ് രാജവംശം അല്ലെങ്കിൽ ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടായിരുന്നു അന്ന് ഉള്ള സാമൂഹിക വ്യവസ്ഥയിൽ ചെറു നാട്ടുരാജ്യങ്ങൾ നിലനിന്നിരുന്നത്. അപ്പം അന്നത്തെ സാമൂഹിക ക്രമം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രമാണിമാരും പ്രഭുക്കന്മാരും അതുപോലെ പ്രദേശത്തിൻ്റെ ആളുകളും, അല്ലെ, നാട്ടുരാജാക്കന്മാർ, ഇവരൊക്കെ ഇവരുടെ ടെറിട്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാവൽ ചങ്ങാത്തങ്ങളെയാണ് ഏൽപ്പിക്കുക. അതിന് ഇവർ ഇയർലി ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് 4 മുതൽ 60 വരെ പണം. അതാണ് അന്നത്തെ ഇയർലി ടാക്സ്. എന്തിന്? ഫോർ സെക്യൂരിറ്റി പേർപ്പസ്. അപ്പം അങ്ങനെയുള്ള ആ സെക്യൂരിറ്റി പേർപ്പസിൽ, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഗ്രൂപ്പിന്, ഇപ്പം നമ്മൾ പറയാറില്ലേ NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അല്ലേ, അതെന്താണ്? അതൊരു ബറ്റാലിയനാണ്. എന്തിന്? രാജ്യത്തിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളുടെ സുരക്ഷ ഏറ്റെടുത്ത്, അല്ലെ, രാജ്യത്തെ ഭരിക്കുന്ന, അല്ലെ, രാജ്യത്തെ നിയന്ത്രിക്കുന്ന, രാജ്യത്തെ നയിക്കുന്ന ശിഷ്ട വ്യക്തികളുടെ സുരക്ഷാ ചുമതല, രാജ്യത്തിൻ്റെ തന്നെ പ്രധാന സുരക്ഷാ ചുമതല ഉത്തരവാദിത്തമുള്ള ഒരു സംഘം. അപ്പോൾ അതുപോലെ ആ കാലത്ത് ചേരന്മാരായിരുന്നു, അല്ലേ, കേരളം കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ചേര രാജ്യത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നാട്ടുരാജാക്കന്മാരും, അതിന് നമ്മൾ സാമന്തർ എന്നാണ് വിളിക്കുക. ചേരന്മാരുടെ സാമന്തരായിരുന്ന നാട്ടുരാജാക്കന്മാർ, അതുപോലെ തന്നെ സാമന്തരായിരുന്നു പന്തളം രാജാക്കന്മാരും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ അന്ന് നിലനിന്നിരുന്നു. അങ്ങനെ ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ സൈനികരെയാണ് ശരിക്കും കാവൽ ചങ്ങാത്തങ്ങൾ എന്ന് അന്നത്തെ സാമൂഹിക ക്രമം വിളിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കാവൽ ചങ്ങാത്തങ്ങളുടെ സുരക്ഷ ശരിക്കും സെപ്പറേറ്റായി നിലനിന്നിരുന്ന, ഒരു രാജാവിൻ്റെ കീഴിലും ചെന്ന് ചേരാതെ സ്വതന്ത്രമായി നിലനിന്നിരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളും ഈ പറയുന്ന കാവൽ ചങ്ങാത്തങ്ങൾ എന്ന ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇയർലി കൊടുക്കേണ്ട ടാക്സ് ആണ് 4 മുതൽ 60 പണം വരെ. അപ്പോൾ അങ്ങനെ ആ കാവൽ ചങ്ങാത്തത്തിൻ്റെ നായകന്മാരെ ബഹുമാനപൂർവം അന്നത്തെ കാലത്ത് വിളിച്ച പേരാണ് ശരിക്കും അയ്യപ്പൻ. അതൊരു ടൈറ്റിലാണ് ശരിക്കും. ഈ ടൈറ്റിലിൽ ഉള്ള വീരശൂര പരാക്രമികളായ ആളുകളെയാണ് ഈ വീരാരാധനയുടെ ഭാഗമായിട്ട് അയ്യപ്പന്മാരായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. ശബരിമലയിൽ ഈ പറയുന്ന പോലെ അയ്യപ്പൻ എന്ന ആ ഒരു പെർസോണ, ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം ധർമ്മശാസ്ത്ര ശിലയിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം ലയിച്ചു ചേരുകയാണ് ഉണ്ടായത് എന്നാണ് ശബരിമലയെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം. ഇവിടെ നമ്മൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന കഥയൊന്നും നമ്മൾക്ക് ഓർമ്മ വരില്ല. ഒരു മനുഷ്യൻ രാജ്യം വിട്ട് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ പോയി അലിഞ്ഞു ചേരുകയോ, ഇതെന്താണ് കഥ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ചരിത്രം ഇതുപോലെ പഠിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇന്ത്യ ഗേറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ശരിക്കും എന്താണ്, അതൊരു സമാധി സ്ഥലമാണ്, അല്ലേ, ആ പ്രതീകമായ ഒരു സമാധി സ്ഥാനം. അപ്പം അതുപോലെ നമ്മൾക്ക് എന്താണ്, ശബരിമല എന്ന് പറയുന്നതും ഈ പറയുന്ന ചരിത്ര പുരുഷന്റെ സമാധി സ്ഥലമാണ് അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ എന്നുള്ളത് കേവലം ഒരു വ്യക്തിയല്ല, അത് ഒരു ടൈറ്റിലാണ്, ഒരു ശൃംഖലയാണ് ശരിക്കും. എന്തിൻ്റെ? അതിർത്തി കാവൽ ചങ്ങാത്തങ്ങൾ എന്ന് വിളിച്ചിരുന്ന അന്നത്തെ കാലത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കമാൻഡോസിന് സ്പെഷ്യൽ, അല്ല, ഇന്നത്തെ ഭാഷയിലാണ് ഞാൻ നിർവചിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഇതൊക്കെ നോക്കി കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അങ്ങനെയുള്ള സ്പെഷ്യൽ കമാൻഡോസ് അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയ കമാൻഡോസ്
അവരെയാണ് ശരിക്കും അയ്യപ്പൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന ആദിമണികണ്ഠൻ എന്ന് പറയുന്ന ആ ഒരു അസ്തിത്വം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് കഴിഞ്ഞ അതിനു മുമ്പേയുള്ള നിലവയ്യൻ പോലെയുള്ള, അതുപോലെ തന്നെ നിലവയ്യന് മുമ്പുണ്ടായിരുന്ന അയ്യനാര്, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ആ സമയത്ത്, അതുപോലെ ഹരിഹരസുതൻ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് അല്ലേ. നായാട്ട് വിളിയിൽ പറയുന്ന എന്താണ്, ഹരിഹരസുതൻ, അയ്യൻ, അയ്യപ്പൻ, വില്ലൻ, വില്ലാളി വീരൻ, വീരമണികണ്ഠൻ. അത് പ്രത്യേകം നായാട്ട് വിളിയിൽ പറയുന്നുണ്ട്. കാശി രാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാണും, അല്ലെങ്കിൽ അടക്കി വാണിരിക്കും ഹരിഹരസുതൻ ആനന്ദചിത്തൻ. ഈ ആനന്ദചിത്തനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് വിവരങ്ങളൊന്നും ചരിത്രത്തിൽ ലഭ്യമാവാതിരുന്നത്. ഹരിഹരസുതൻ, അയ്യൻ, അയ്യപ്പൻ, വില്ലൻ, വില്ലാളി വീരൻ, വീരമണികണ്ഠൻ, ഇതൊക്കെ ഓരോ പെർസോണയാണ് ആ ഒരു ശൃംഖലയിലെ, ആ ഒരു പേഴ്സണാലിറ്റിയാണ്, ചരിത്ര പുരുഷന്മാരാണ് ആ ശൃംഖലയിലെ. ആ ചരിത്ര പുരുഷന്മാരെ ഒക്കെ അന്നത്തെ കാലത്ത് അവരുടെ വീരമൃത്യു അടയുന്ന സമയത്ത് വീരാരാധന നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പ്രകാരം ആദിമണികണ്ഠൻ രാജകുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അദ്ദേഹത്തെ അച്ചൻകോവിലിൽ പ്രത്യേകം ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ ശ്രീകോവിലിൽ കുടിയിരുത്തുകയാണ് ചെയ്തത് എന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ സമയം ഏകദേശം എത്തി നിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് നമ്മൾക്ക് അയ്യപ്പൻ്റെ ചരിത്രം പറയുവാനുണ്ട്. അപ്പം മിക്കവാറും ഈ ഒരു സീരീസ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം ഇത് കൺക്ലൂഡ് ചെയ്യാൻ ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ്, ഇപ്പം ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ രാമാനന്ദ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇനിയും നമുക്ക് വിശദമായ കാര്യങ്ങളിൽ കടക്കുവാനുണ്ട്. ഇതിനിടയിൽ വീണ്ടും ആളുകൾ, ശാസ്ത്രീയമായി ബന്ധപ്പെട്ട് ആളുകൾ ചിലപ്പം ജനറൽ ടോക്സ് ഉണ്ടാവും. കാരണം ഇന്നലത്തെ ക്ലാസ്, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് നിങ്ങൾ കണ്ടിരുന്ന, ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ കാണുന്ന സമയത്ത് കുറേ ആളുകൾ പേഴ്സണലി എനിക്ക് മെസ്സേജും ചേട്ടനും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിനാശ് ജിയെ കാണാനില്ല, എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നും പറ്റിയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾ ഈ സീരീസിൽ ഞങ്ങളെ കൂടാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ധാരാളം ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. പലരും, ചില ആളുകളൊന്നും സ്ഥലത്തില്ല, പലർക്കും ഇവിടെ വന്നെത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ കാണാതിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ശരിക്കും ഇത് ഒരുപാട് ആളുകൾ ഇതിനിടയിൽ വന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ ഇനിയും ആളുകൾ പരമാവധി ഈ സീരീസ് അവസാനിക്കുന്നതിന് മുമ്പേ മാക്സിമം ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളോട് സംവദിക്കണം എന്നാണ് ആഗ്രഹം. എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ഹൃദ്യമായി തോന്നിയാൽ, നിങ്ങളുടെ പ്രജ്ഞയ്ക്ക് വളരെ സംതൃപ്തമായി തോന്നിയാൽ, തീർച്ചയായും മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മടിയും നിങ്ങൾ കാണിക്കേണ്ടതില്ല. ഇതൊക്കെ അയ്യനോടുള്ള നമ്മളുടെ ഒരു നേർച്ചയായി കണ്ടുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ എത്തിക്കുവാനുള്ള ശ്രമം ഞങ്ങളുടെ എഫേർട്ടിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതൊരു ബൃഹത്തായ ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള ആചാരങ്ങളും ചരിത്രങ്ങളും ഒക്കെ അറിഞ്ഞ് ക്ഷേത്രം സന്ദർശിക്കുവാനും ശബരിമല സന്ദർശനം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.